ഹായ് ആൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10th ചാപ്റ്റർ ആയിട്ടുള്ള ത്രൂ ദി ഓഷ്യൻ, അതായത് സമുദ്രത്തിലൂടെ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? വാട്ടറിനെ കുറിച്ചിട്ടാണ്, വാട്ടറിൻ്റെ സോഴ്സിനെ, ഉറവിടത്തെ കുറിച്ചിട്ടാണ്. അപ്പം എത്ര ശതമാനം വാട്ടറാണ് നമ്മളുടെ ഭൂമിയിലുള്ളത്? 71% എർത്ത് സർഫസ് എന്താണ്? വാട്ടറാണ്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്, നമുക്ക് ജീവിക്കാനും അതുപോലെ തന്നെ ക്ലൈമറ്റ് ബാലൻസിനും എക്കോസിസ്റ്റത്തിനൊക്കെ എന്താവശ്യമാണ്? വാട്ടർ അത്യാവശ്യമാണ്. ഓൾ വാട്ടർ ബോഡീസ് ടുഗദർ ഫോം ദി ഹൈഡ്രോസ്ഫിയർ. അപ്പോൾ ജലമണ്ഡലം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? എല്ലാ വാട്ടർ ബോഡീസും കൂടിയിട്ടാണ് ഹൈഡ്രോസ്ഫിയർ, അതായത് റിവർ, പോണ്ട്, ഓഷ്യൻ എല്ലാം കൂടിയിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഹൈഡ്രോസ്ഫിയർ ഫോം ചെയ്യുന്നത്. അടുത്തത് ടൈപ്പ് ഓഫ് വാട്ടർ സോഴ്സ്. വാട്ടർ സോഴ്സിൻ്റെ ടൈപ്സ് ആണ്. മെയിനായിട്ട് 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് സർഫസ് വാട്ടർ സോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് സോഴ്സും ഉണ്ട്. അപ്പം സർഫസ് വാട്ടർ സോഴ്സ് എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഫൗണ്ട് ഓൺ എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ പ്രസൻ്റ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർഫസ് വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ഓഷ്യൻസ്, റിവർ, ലേക്ക്, സ്ട്രീംസ്, റിസർവോയേഴ്സ്, ഇതൊക്കെ എന്താണ്? സർഫസ് വാട്ടർ സോഴ്സ് ആണ്. അതുപോലെ തന്നെ ബാക്ക് വാട്ടേഴ്സ്, പോൺസ് ഒക്കെ സർഫസ് വാട്ടർ സോഴ്സ് ആണ്. ഇനി അടുത്തതായി അണ്ടർഗ്രൗണ്ട് സോഴ്സസ് ആണ്. അത് എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഫൗണ്ട് ബിലോ ദി സർഫസ്. സർഫസിന് താഴെയായിട്ട് നിലകൊള്ളുന്നതാണ് ഇത് അണ്ടർഗ്രൗണ്ട് സോഴ്സസ് എന്ന് പറയുന്നത്. അതാണ് വെൽസ്, സ്പ്രിങ്സ്, ട്യൂബ് വെൽസ്, അക്യൂഫേഴ്സ് ഒക്കെ എന്താണ്? അണ്ടർഗ്രൗണ്ട് സോഴ്സസ് ആണ്. അടുത്തത് വാട്ടർ സോഴ്സസ് യൂസ്ഡ് ഫോർ ഡെയിലി നീഡ്സ്. നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ സോഴ്സസ് ഏതൊക്കെയെന്നാണ് പറയുന്നത്? റിവേഴ്സ്, ലേക്ക്, വെല്ല്, സ്പ്രിങ്സ്, റിസർവോയേഴ്സ്, പോൺസ്, ഇതൊക്കെ എന്താണ്? വാട്ടർ സോഴ്സസ് യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ് അല്ലേ? ഓക്കെ. അടുത്തത് വൈ വാട്ടർ ഡസ് നോട്ട് റൺ ഔട്ട്. എന്തുകൊണ്ടാണ് വാട്ടർ എത്ര ഉപയോഗിച്ചിട്ടും തീരാത്തത് എന്നാണ് പറയുന്നത്? അതെന്തുകൊണ്ടാണ്? വാട്ടർ സൈക്കിൾ എന്നുള്ളൊരു സിസ്റ്റം നിലനിൽക്കുന്നത് കാരണമാണ്. വാട്ടർ ഡസ് നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നശിച്ചു പോവാത്തത് ബിക്കോസ് ദി കണ്ടിന്യൂസ് വാട്ടർ സൈക്കിൾ ഇൻ നേച്ചർ. നമ്മുടെ പ്രകൃതിയിൽ എന്തുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ സൈക്കിൾ നടക്കുന്നത് കൊണ്ടാണ്. സ്റ്റെപ്സ് ഓഫ് ദി വാട്ടർ സൈക്കിൾ. ഇനി വാട്ടർ സൈക്കിൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് ഇനി പറയുന്നത്. ഏതൊക്കെ സ്റ്റെപ്സ് വഴിയാണ്? ഇവാപ്പറേഷൻ, ട്രാൻസ്പിരേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, കളക്ഷൻ ഓർ ഇൻഫിൽട്രേഷൻ. ഇത്രയും സ്റ്റെപ്സ് വഴിയാണ് വാട്ടറിൻ്റെ സൈക്കിൾ നടക്കുന്നത്. അപ്പം ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൺ ഹീറ്റ്സ് വാട്ടർ ഫ്രം ഓഷ്യൻസ്. ഓഷ്യൻസിലുള്ള വാട്ടറിനെ സൺ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യിപ്പിക്കും, ചൂടാക്കും. റിവേഴ്സിലും ലേക്സിലും പോൺസിലും ഓഷ്യൻസിലൊക്കെ ഉള്ള വാട്ടറിനെ സൂര്യൻ്റെ ചൂട് കാരണം ഇതെന്താവും? ഹീറ്റാവും. അങ്ങനെ വാട്ടർ വേപ്പർ ഫോം ചെയ്യും. അങ്ങനെ വാട്ടർ ഹീറ്റായി കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ട്രാൻസ്പിരേഷൻ. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സ് റിലീസ് വാട്ടർ വേപ്പർ ഇൻ ടു ദി എയർ. പ്ലാന്റ്സ് എന്ത് ചെയ്യും? വാട്ടർ വേപ്പറിനെ എയറിലേക്ക് റിലീസ് ചെയ്യും. അടുത്തതാണ് കണ്ടൻസേഷൻ. വാട്ടർ വേപ്പർ കൂൾ ആൻഡ് ഫോം ക്ലൗഡ്സ്. വാട്ടർ വേപ്പർ എന്ത് ചെയ്യും? ഈ പ്ലാന്റ്സിൽ നിന്ന് റിലീസ് ചെയ്തതും അതുപോലെ തന്നെ റിവറിന് ചൂടായിട്ടുള്ള വാട്ടർ വേപ്പറൊക്കെ എന്ത് ചെയ്യും? ചൂടായിട്ട് എൻവയോൺമെൻറ്റിലേക്ക് എത്തിയിട്ടുള്ള വാട്ടർ വേപ്പറൊക്കെ എന്ത് ചെയ്യും? കൂളായിട്ട് ക്ലൗഡ് ഫോം ചെയ്യും. അതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റെയിൻ, സ്നോ ഓർ ഹെയിൽ ഫോൾ ഇൻ ടു എർത്ത്. അതായത് മഞ്ഞിൻ്റെ രൂപത്തിലും മഴയുടെ രൂപത്തിലൊക്കെ ഈ ക്ലൗഡിലുള്ള വാട്ടർ എവിടേക്ക് എത്തും? എർത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. കളക്ഷൻ ഓർ ഇൻഫിൽട്രേഷൻ. വാട്ടർ കളക്ട് ഇൻ റിവേഴ്സ്, ലേക്സ്, ഓഷ്യൻസ് ആൻഡ് സീപ്സ് ഇൻ ടു ദി ഗ്രൗണ്ട് ടു ഫോം ഗ്രൗണ്ട് വാട്ടർ. അങ്ങനെ എന്ത് ചെയ്യും? ഈ വാട്ടർ മഴൻ്റെ രൂപത്തിലും മഞ്ഞിൻ്റെ രൂപത്തിലൊക്കെ വരുന്ന വാട്ടർ എന്ത് ചെയ്യും? എവിടെ കളക്ട് ചെയ്യും? റിവേഴ്സിലും ലേക്സിലും ഓഷ്യൻസിലും ഒക്കെ കളക്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ പ്രസിപ്പിറ്റേഷനിൽ റെയിന്, സ്നോ ഓർ ഹെയിൽ ഫാൾസ് ടു എർത്ത് എന്ന് പറഞ്ഞു. ഹെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെയിൽ എന്ന് പറഞ്ഞാൽ ആലിപ്പഴം എന്നാണ് മീനിങ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? എർത്തിലേക്ക് വീണ് കഴിഞ്ഞിട്ട് അതെവിടെ കളക്ട് ചെയ്യും? റിവറിലും ലേക്സിലും ഓഷ്യൻസിലൊക്കെ കളക്ട് ചെയ്യും. അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ സൈക്കിൾ.
അടുത്തതായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ സൈക്കിളാണ് പറയാൻ പോകുന്നത്. വാട്ടർ സൈക്കിളിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. റെപ്ലിനിഷസ് ആർ വാട്ടർ സോഴ്സസ്, എല്ലാ വാട്ടർ സോഴ്സസിനെയും റെപ്ലിനിഷ് ചെയ്യും. റെപ്ലിനിഷ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്? റീഫിൽ ചെയ്യും. അതായത് അത് കഴിഞ്ഞു പോകുന്നതിനനുസരിച്ചിട്ട് വീണ്ടും വീണ്ടും ഫില്ല് ചെയ്യും. മെയിൻറ്റെയിൻ ബാലൻസ് ഓഫ് വാട്ടർ ഇൻ നേച്ചർ, നമ്മുടെ പ്രകൃതിയിലുള്ള വാട്ടറിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അടുത്തതാണ് പ്രിവെൻറ്റ് വാട്ടർ സോഴ്സസ് ഫ്രം ഡ്രൈയിങ് അപ്പ്. വാട്ടർ സോഴ്സസ് ആയിട്ടുള്ള പോണ്ട്, വെല്ല്, റിവേഴ്സ്, സീ ഇതൊക്കെ ഡ്രൈ അപ്പ് ചെയ്യുന്നത്, അതായത് ഉണങ്ങിപ്പോകുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. സപ്പോർട്ട് ലൈഫ് ഓൺ എർത്ത്, ഭൂമിയിലുള്ള ജീവനുകളെ സപ്പോർട്ട് ചെയ്ത് നിർത്തും. അടുത്തത് ഒരു ആക്ടിവിറ്റിയാണ്. കംപ്ലീറ്റ് ദി കൺസെപ്റ്റ് മാപ്പ് ആഫ്റ്റർ ഒബ്സർവിങ് ദി ഗിവൺ പിക്ചർ. ഈ പിക്ചറിൽ നോക്കിയിട്ട് അവിടെ താഴെ തന്നിട്ടുള്ള കൺസെപ്റ്റ് മാപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതിൽ നമുക്ക് സോഴ്സ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. അതിൽ സർഫസ് വാട്ടർ സോഴ്സും ഉണ്ട്, അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സും ഉണ്ട്. സർഫസ് വാട്ടർ സോഴ്സ് ഏതൊക്കെയെന്നും അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സ് ഏതൊക്കെയെന്നും എഴുതാനാണ് പറയുന്നത്. സർഫസ് വാട്ടർ സോഴ്സ് ആണ് ഏതൊക്കെ? റിവർ, ലേക്ക്, ഓഷ്യനൊക്കെ. അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സ് ആണ് ഏത്? സ്പ്രിങ്, ബോർവെല്ല്, വെല്ല് ഇതൊക്കെ. അപ്പം ഈ ഫിഗറിൽ വെല്ലും സ്പ്രിങ്ങും റിവറും അതുപോലെ തന്നെ ലേക്കും ബോർവെല്ലും ഓഷ്യനൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് ഏതാ സർഫസ് ഏതാന്ന് നമ്മൾ കണ്ടെത്തണം. സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഭൂമിൻ്റെ നല്ലോണം അടിയിലേക്ക് പോകാതെ ഭൂമിൻ്റെ ആ ഒരു സർഫസിലുള്ളതാണ് എന്ത്? സർഫസ് വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിൻ്റെ ആ ഒരു സർഫസിൽ നിന്ന് നല്ലോണം താഴേക്ക് പോകുന്നതാണ്. ഇപ്പം നമ്മൾ കിണറൊക്കെ കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിൻ്റെ ആ പ്രതലത്തിൽ നിന്ന് നല്ലോണം താഴേക്ക് പോകും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സർഫസ് വാട്ടർ സോഴ്സാണ് റിവർ, ലേക്ക്, ഓഷ്യനൊക്കെ. അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സാണ് സ്പ്രിങ്, അതുപോലെ തന്നെ ബോർവെല്ലും വെല്ലും ഒക്കെ. ഇനി അടുത്തത് വാട്ട് ആർ ദി വാട്ടർ സോഴ്സസ് ദാറ്റ് വി യൂസ് ഫോർ അവർ ഡെയിലി നീഡ്സ്. നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാട്ടർ സോഴ്സസ് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? സ്പ്രിങ്, വെല്ല്, പോണ്ട്, റിവേഴ്സ് ഇതൊക്കെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളൊന്നും ഉപയോഗിക്കുന്നതാണ് വെല്ല് അല്ലേ. റിവേഴ്സ് ഉപയോഗിക്കലുണ്ട്, കുളങ്ങൾ, പോണ്ട്സ് ഉപയോഗിക്കലുണ്ട്, സ്പ്രിങ് ഒക്കെ ഉപയോഗിക്കലുണ്ട് അല്ലേ. ഓക്കെ, അടുത്തത് വാട്ടർ സൈക്കിളാണ് പറയുന്നത്. ദി വാട്ടർ സൈക്കിൾ ഈസ് കണ്ടിന്യൂസ് സർക്കുലേഷൻ ഓഫ് വാട്ടർ. വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സർക്കുലേഷൻ ഓഫ് വാട്ടറാണ്. അതായത് വാട്ടർ എന്തെയും കണ്ടിന്യൂസ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നതിനാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓൺ ദി എർത്ത് സർഫസ്, അത് എവിടെയാണ് നടക്കുന്നത്? എർത്തിൻ്റെ സർഫസിലാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ബിലോ ദി എർത്ത്, അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിന് താഴെയായിട്ടാണ് നടക്കുന്നത്. ഇൻ ദി അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലാണ് നടക്കുന്നത്. അതിൻ്റെ മെയിൻ പ്രോസസ്സ് ഓഫ് വാട്ടർ സൈക്കിൾ നമ്മൾ ആദ്യം പറഞ്ഞു. ഏതൊക്കെയാണ്? ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ ആണ്. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് വാട്ടർ വേപ്പർ, നീരാവിയായിട്ട് മാറുന്നതിനെയാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ് വാട്ടർ എവിടെയൊക്കെയാണുള്ളത്? നമ്മുടെ വെൽസിലും പോണ്ടിലും റിവറിലും ഒക്കെ എന്തുണ്ട്? ലിക്വിഡ് വാട്ടർ ഉണ്ട്. അത് നീരാവിയായിട്ട് മാറും. എങ്ങനെയാണ് മാറുന്നത്? സൂര്യൻ്റെ ചൂടേറ്റിട്ടാണ് അത് നീരാവിയായിട്ട് മാറുന്നത്. അടുത്തത് കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ടർ വേപ്പർ കൂൾ ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിട്ട് മാറും. അങ്ങനെ അതെന്ത് ഫോം ചെയ്യും? ക്ലൗഡ്, ഫോഗ്, ഡ്യൂ ഒക്കെ ഫോം ചെയ്യും. അടുത്തതാണ് പ്രസിപ്പിറ്റേഷൻ. അതായത് ക്ലൗഡ് എന്ത് ചെയ്യും? ഹെവി ആവുന്ന സമയത്ത്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ കണ്ടൻസേഷൻ നടക്കുന്ന സമയത്ത് ക്ലൗഡ് ഹെവി ആവും. ഇങ്ങനെ ഹെവി ആയി കഴിഞ്ഞാൽ ക്ലൗഡിലുള്ള വാട്ടർ എന്ത് ചെയ്യും? എർത്തിലേക്ക് തന്നെ വരാൻ തുടങ്ങും. അങ്ങനെ വരുന്ന ആ ഒരു ഏത് ഫോമിലാണ് ഇത് വരുന്നത്? പ്രസിപ്പിറ്റേഷൻ എന്നുള്ള ഫോമിലാണ് വരുന്നത്. പ്രസിപ്പിറ്റേഷൻ്റെ ഫോം ഏതൊക്കെയാണ്? റെയിന്, സ്നോഫാള്, ഹെയിൽ സ്റ്റോണ് ഇതൊക്കെയാണ്. അപ്പം ഈ ഒരു രൂപത്തിൽ അത് ഭൂമിയിലേക്ക് വരും. അതാണ് ഇവിടെ ഫിഗറിൽ കാണിക്കുന്നത്. അടുത്തത് ഹൈഡ്രോസ്ഫിയർ ആണ്. ഹൈഡ്രോസ്ഫിയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഹൈഡ്രോസ്ഫിയർ ഈസ് ദി ടോട്ടൽ വാട്ടർ പ്രസൻറ്റ് ഓൺ എർത്ത് സർഫസ് ഇൻസൈഡ് ദി എർത്ത് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അപ്പം ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ സർഫസിലോ അല്ലെങ്കിൽ എർത്തിൻ്റെ ഭൂമിയുടെ താഴെയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലോ ഉള്ള ടോട്ടൽ വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. എത്രത്തോളം വാട്ടർ ഉണ്ടോ അത്രയും വാട്ടറിനെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അത് സോളിഡ് ഫോമിലോ ലിക്വിഡ് ഫോമിലോ അല്ലെങ്കിൽ ഗ്യാഷ്യസ് ഫോമിലോ അത് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ സോളിഡ് ഫോമിലാണെന്നുണ്ടെങ്കിൽ മഞ്ഞ് കട്ടകളൊക്കെ സോളിഡ് ഫോമിലാണല്ലേ ഉള്ളത്. വെള്ളമാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഫോമിലാണുള്ളത്. അതുപോലെ തന്നെ നീരാവിയാണെന്നുണ്ടെങ്കിൽ അത് ഗ്യാഷ്യസ് ഫോമിലാണ് ഉള്ളത്. അടുത്തത് വൈ വാട്ടർ ഡസ് നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ്. എന്തുകൊണ്ടാണ് വാട്ടർ പൂർണ്ണമായിട്ടും നശിച്ചു പോവാത്തത് അല്ലെങ്കിൽ തീർന്നു പോവാത്തത് എന്നാണ് പറയുന്നത്.
because the continuous movement of water through evaporation, condensation and precipitation, അതായത് ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ വഴി വാട്ടർ സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ദി സൈക്ലിക് മൂവ്മെൻറ്റ് റിപ്ലിനിഷസ് വാട്ടർ സോഴ്സസ്. ഈ സൈക്ലിക് മൂവ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ സോഴ്സിനെ റീഫില്ല് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഓൺ എർത്ത്. എർത്തിലുള്ള വാട്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, എത്ര പെർസെൻറ്റേജ് ആണ് എർത്തിൽ വാട്ടർ ഉള്ളത്, എങ്ങനത്തെ വാട്ടറാണെന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. 97% ഓഫ് എർത്ത് വാട്ടർ ഈസ് സലൈൻ. എർത്തിലുള്ള 97% വെള്ളവും എങ്ങനെയാണ്? ഉപ്പ് രസമുള്ളതാണ്, അതായത് ഓഷ്യൻ വാട്ടറാണ്. 3% മാത്രമേ ഫ്രഷ് വാട്ടറായിട്ടുള്ളൂ. മോസ്റ്റ് ഫ്രഷ് വാട്ടർ ഈസ് ലോക്ക്ഡ് ഇൻ ഗ്ലേസിയേഴ്സ് ആൻഡ് ഐസ് ഷീറ്റ്സ്. കൂടുതലും ഫ്രഷ് വാട്ടർ എവിടെ ലോക്കായി നിൽക്കുന്നുണ്ട്? ഗ്ലേസിയേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഐസ് ഷീറ്റിൻ്റെയും താഴെ ലോക്കായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഗ്ലേഷ്യേഴ്സ് എന്ന് പറഞ്ഞാൽ മഞ്ഞുമലകൾ, ഐസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞുപാളികൾ. അപ്പം ഇതിലൊക്കെ ലോക്കായി കിടക്കുന്നതാണ് കൂടുതലും ഫ്രഷ് വാട്ടർ. വെരി ലിമിറ്റഡ് ഫ്രഷ് വാട്ടർ ഈസ് അവൈലബിൾ ഫോർ ലിവിങ് ബീൻസ്. അപ്പം ജീവനുള്ള വസ്തുക്കൾക്ക് കുറച്ച് എമൗണ്ട് വാട്ടറേ കിട്ടുന്നുള്ളൂ എന്നാണ്, ഫ്രഷ് വാട്ടറേ കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഫിഗറിൽ പറയുന്നത് ഓഷ്യൻ വാട്ടർ ആൻഡ് അതർ സലൈൻ വാട്ടർ 97% ആണ് ഉള്ളത്. അതായത് ഉപ്പുരസം അടങ്ങിയിട്ടുള്ള വാട്ടറാണ് കൂടുതൽ, ഉപ്പടങ്ങിയിട്ടുള്ള വാട്ടറാണ് ഉള്ളത് 97%. ഓൺലി 3% ഫ്രഷ് വാട്ടർ ഉള്ളൂ. ആ 3%-ൽ തന്നെ 68.7% എന്താണ്? വാട്ടർ ഇൻ ഐസ് ഷീറ്റ് ആൻഡ് ഗ്ലേസറീസിൽ ലോക്കായി കിടക്കുന്നതാണ്. 30.1% അണ്ടർഗ്രൗണ്ട് വാട്ടറാണ്. ഓൺലി 0.3% ആണ് സർഫസ് വാട്ടർ വരുന്നത്. അതർ സോഴ്സിൽ വരുന്നത് എത്രയാണ്? 0.9% ആണ്. ഇനി അടുത്ത് ഓഷ്യൻസ് എന്താണെന്നാണ് പറയുന്നത്. ഓഷ്യൻസ് ആർ വാസ്റ്റ് സലൈൻ വാട്ടർ ബോഡി ലൊക്കേറ്റഡ് ബിറ്റ്വീൻ കോണ്ടിനെൻറ്റ്സ്. കോണ്ടിനെൻറ്റ്സിൻ്റെ ഇടയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന സലൈൻ വാട്ടർ ബോഡി, ഉപ്പടങ്ങിയിട്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഷ്യൻസ് എന്ന് പറയുന്നത്. സീസ് ആൻഡ് ബേസ് ആർ പാർട്ട് ഓഫ് ഓഷ്യൻസ്. കടലും അതുപോലെ തന്നെ ബേസും എന്തിൻ്റെ പാർട്ടാണ്? ഓഷ്യൻ്റെ പാർട്ടാണ്. ഓഷ്യൻ കവർ മേജർ പോർഷൻ ഓഫ് എർത്ത് സർഫസ്. എർത്തിൻ്റെ കൂടുതൽ സർഫസും കവർ ചെയ്യുന്നത് ഏതാണ്? ഓഷ്യനാണ്. കോണ്ടിനെൻറ്റ്. അപ്പോൾ കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂഖണ്ഡം എന്നാണ് കോണ്ടിനെൻ്റ്. അപ്പം ഓഷ്യൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഭൂഖണ്ഡങ്ങൾക്ക് ഇടയിലുള്ള ഉപ്പടങ്ങിയിട്ടുള്ള വെള്ളത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ സീസ് ആൻഡ് ബേസ് ആർ പാർട്ട് ഓഫ് ഓഷ്യൻസ് എന്ന് പറഞ്ഞാൽ കടലും അതുപോലെ തന്നെ ഉൾക്കടലാണ് ബേസ് എന്ന് പറയുന്നത്. അതെന്തിൻ്റെ ഭാഗമാണ്? ഓഷ്യൻ്റെ ഭാഗമാണ്. ഓഷ്യൻ കവർ മേജർ പോർഷൻ ഓഫ് എർത്ത് സർഫസ്. എർത്തിൻ്റെ മേജർ പോർഷനും എന്ത് കവർ ചെയ്യുന്നുണ്ട്? ഓഷ്യൻസ് കവർ ചെയ്യുന്നുണ്ട്. അടുത്തത് ദി സ്റ്റഡി ഓഫ് ഓഷ്യൻ ഈസ് കോൾഡ് ഓഷ്യനോഗ്രഫി. ഓഷ്യൻസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് ഓഷ്യനോഗ്രഫി എന്ന് പറയുന്നത്. ഇതെന്തിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സ്റ്റഡിയിലൂടെ? മൂവ്മെൻറ്റ് ഓഫ് ഓഷ്യൻ വാട്ടർ, ക്ലൈമറ്റ് ചേഞ്ച്, ഓഷ്യൻ പൊല്യൂഷൻ, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇതിനൊക്കെ കുറിച്ചിട്ട് നമുക്ക് ഓഷ്യനോഗ്രഫി എന്നുള്ള സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതാണ് 5 ഓഷ്യൻസ് ഓഫ് ദി വേൾഡ്. നമ്മളുടെ ലോകത്തുള്ള 5 ഓഷ്യൻസ് ഏതൊക്കെയെന്നാണ് പറയുന്നത്. പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, ആർക്ടിക് ഓഷ്യൻ ആൻഡ് സൗത്തേൺ ഓഷ്യൻ. ഇനി നമ്മളിവിടെ കുറച്ച് പേരാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം തന്നെ സി എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ എന്നാണ്. കടൽ എന്താണ്? പാർട്ട് ഓഫ് ആൻ ഓഷ്യൻ പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ്. അതിൻ്റെ ഓഷ്യൻ്റെ ഒരു ഭാഗമാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? പാർഷ്യലി അത് ലാൻഡ് വെച്ചിട്ട് സറൗണ്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് അറേബ്യൻ സീ, അറേബ്യൻ കടൽ എന്നൊക്കെ പറയുന്നത്. അടുത്തത് ബേ, ഉൾക്കടൽ. പാർട്ട് ഓഫ് ഓഷ്യൻ എക്സ്റ്റെൻഡിങ് ഇൻ ടു ദി ലാൻഡ്. അതെവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? ലാൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതിനെയാണ് നമ്മൾ ബേ അല്ലെങ്കിൽ ഉൾക്കടൽ എന്ന് പറയുന്നത്. അതും ഓഷ്യൻ്റെ ഒരു പാർട്ടാണ്. എക്സാമ്പിളാണ് ബേ ഓഫ് ബംഗാൾ. അടുത്തതാണ് സ്ട്രെയിറ്റ്. സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നേരോ വാട്ടർ പാസേജ് കണക്റ്റിംഗ് 2 ഓഷ്യൻസ് ഓർ ഓഷ്യൻസ് ബിറ്റ്വീൻ ലാൻഡ് ഏരിയാസ്. അപ്പോൾ 2 ഓഷ്യൻസിനെ കണക്ട് ചെയ്യുന്ന ഒരു നേർത്ത വാട്ടർ പാസേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് പാൾക്ക് സ്ട്രെയിറ്റ്. അപ്പം മറന്നു പോകരുത്. ഇമ്പോർട്ടൻസ് ഓഫ് ഓഷ്യൻസ്. ഓഷ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ്: റെഗുലേറ്റ് വെതർ ആൻഡ് ക്ലൈമറ്റ്, സപ്പോർട്ട് മറൈൻ ലൈഫ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, പ്രൊവൈഡ് ഫുഡ്, മിനറൽസ് ആൻഡ് റിസോഴ്സസ്, എസെൻഷ്യൽ പാർട്ട് ഓഫ് വാട്ടർ സൈക്കിൾ. അപ്പോൾ
ക്ലൈമറ്റിനെ, അതായത് നമ്മുടെ കാലാവസ്ഥേനെ റെഗുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ മറൈൻ ലൈഫും ബയോഡൈവേഴ്സിറ്റീനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫുഡും മിനറൽസും റിസോഴ്സസും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. വാട്ടർ സൈക്കിളിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്. ഇനി വേൾഡ് ഓഷ്യൻ ഡേ എന്നാണ് ആചരിക്കുന്നത്. ജൂൺ 8 വേൾഡ് ഓഷ്യൻ ഡേ നമ്മൾ ആചരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഓഷ്യൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻകറേജ് കൺസർവേഷൻ ഓഫ് മറൈൻ ഹാബിറ്റ്സിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പ്രിവെൻറ്റ് ഓഷ്യൻ ഫ്രം ബീങ് പൊല്യൂട്ടഡ്, ഓഷ്യൻസിനെ മലിനീകരണത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പസഫിക് ഓഷ്യനെ കുറിച്ചിട്ടാണ്. പസഫിക് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റും ഡീപ്പസ്റ്റും ആയിട്ടുള്ള ഓഷ്യനാണ് ഇത്, പസഫിക് ഓഷ്യൻ. അപ്പോൾ ഈ എർത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റും ഡീപ്പസ്റ്റും ആയിട്ടുള്ള ഓഷ്യൻ ഏതാണ്? പസഫിക് ഓഷ്യനാണ്. അത് എർത്തിൻ്റെ സർഫസിൽ 1/3 എന്താണ്? പസഫിക് ഓഷ്യനാൽ കവർ ചെയ്തതാണ്. ഈ ഒരു പേര് എങ്ങനെയാണ്? പസഫിക് ഓഷ്യൻ്റെ യഥാർത്ഥ പേരെന്താണ്? മാർ പസഫിക്കോ, അതായത് പീസ്ഫുൾ സീ എന്നാണ് ഇതിൻ്റെ പേര്. ആ പേര് കൊടുത്ത ആളുടെ പേരാണിത്. ഫെർഡിനാൻഡ് മഗെല്ലാൻ എന്നുള്ള ഒരാളാണ് ഈ ഒരു പേര് കൊടുത്തത്, മാർ പസഫിക്കോ എന്നുള്ള പേര് കൊടുത്തത്. കാരണം എന്താണ്? അത് അപ്പിയേർഡ് കാം ദാൻ ദി അറ്റ്ലാന്റിക് ഓഷ്യനേക്കാളും കാം ആയിട്ടാണ് എന്തുള്ളത്? പസഫിക് ഓഷ്യൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന് പീസ്ഫുൾ സീ, മാർ പസഫിക്കോ എന്നാണ്. പീസ്ഫുൾ സീ, മാർ പസഫിക്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? പീസ്ഫുൾ സീ എന്നാണ്. കാരണം എന്താണ്? അത് അറ്റ്ലാന്റിക് ഓഷ്യനേക്കാളും കാം ആയതുകൊണ്ടാണ് അതിന് മാർ പസഫിക്കോ, പീസ്ഫുൾ സീ എന്നുള്ള ഒരു പേര് കൊടുത്തത്. ഇനി അടുത്തത് പോയിന്റ് നിമോ, ലൊക്കേറ്റഡ് ഇൻ പസഫിക് ഓഷ്യൻ. പോയിന്റ് നിമോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാൽ ഭൂമിയിലെ കരഭാഗത്ത് നിന്ന് ഏറ്റവും ദൂരെയുള്ള സമുദ്രത്തിലെ ഒരു സ്ഥലമാണെന്ത്? പോയിന്റ് നിമോ എന്ന് പറയുന്നത്. അതായത് ഭൂമിൻ്റെ കരയിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള സമുദ്രത്തിലെ ഒരു സ്ഥലത്തെയാണ് നമ്മൾ പോയിന്റ് നിമോ എന്ന് പറയുന്നത്. ഇത് പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പോയിന്റ് നിമോ എന്താണ് അറിയപ്പെടുന്നത്? ഓഷ്യാനിക് പോൾ ഓഫ് ഇൻഅക്സസിബിലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? ഓഷ്യൻസിൽ എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സ്ഥലമാണെന്ത്? പോയിന്റ് നിമോ. എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണെന്ത്? പോയിന്റ് നിമോ. അതായത് അക്സസിബിലിറ്റി കുറവുള്ള ഒരു സ്ഥലമാണെന്ത്? പോയിന്റ് നിമോ. ഫാർത്തസ്റ്റ് പോയിന്റ് ഫ്രം എനി ലാൻഡ് ഓൺ എർത്ത്, അതായത് ഭൂമിയിലുള്ള കരയിൽ നിന്ന് ഏറ്റവും ദൂരമുള്ള പോയിൻ്റാണ് ഇത്? പോയിന്റ് നിമോ. മോർ ദാൻ 2000 കിലോമീറ്റർ ഫ്രം നിയറസ്റ്റ് ലാൻഡ് ഇൻ ഓൾ ഡയറക്ഷൻ. 2000 കിലോമീറ്റർ അകലെയാണ് ഒരു കര ഉള്ളത് എന്നാണ് പറയുന്നത്. ക്രോസ്ഡ് ഓൺ January 30, 2025 by Indian naval officer Dilna K and Ruba A during Sagar Parikrama to abroad INSV Tarini. 2025 ജനുവരി 30 ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ലഫ്റ്റനൻറ്റ് കമാൻഡർ ദിൽന കെയും ലഫ്റ്റനൻറ്റ് കമാൻഡർ രൂപ എയും INSV തരണി എന്ന നാവിക കപ്പലിൽ സഞ്ചരിച്ചുകൊണ്ട് സാഗർ പരിക്രമ 2 ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ആ സ്ഥലത്തൂടെ കടന്നുപോയി എന്നാണ് പറയുന്നത്. INSV തരണി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവൽ സെയിലിംഗ് വെസൽ എന്നാണ്. അപ്പം ആ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ഒരു നാവിക കപ്പലിൽ സഞ്ചരിച്ചു കൊണ്ടാണ് അവർ ഈ ഒരു പോയിന്റ് കടന്നു പോയത്. അടുത്തത് നമ്മളോട് ചോദിക്കുകയാണ് വൈ ഇറ്റ് ഈസ് സ്പെഷ്യൽ. പോയിന്റ് നിമോ എന്തുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ ആയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് മോസ്റ്റ് റിമോട്ട് പ്ലേസ് ഓൺ എർത്ത് സർഫസ്. എർത്ത് സർഫസിലുള്ള ഏറ്റവും റിമോട്ട് പ്ലേസ് ആണ് ഇത് പോയിന്റ് നിമോ. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഐസൊലേഷൻ ഇറ്റ് ഈസ് സംടൈം യൂസ്ഡ് ആസ് എ സ്പേസ് ക്രാഫ്റ്റ് ഗ്രേവിയാർഡ്. അതിൻ്റെ ആ ഒരു ഐസൊലേഷൻ കാരണം അത് ചില സമയത്ത് എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? സ്പേസ് ക്രാഫ്റ്റ് ഗ്രേവിയാർഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സ്പേസ് ക്രാഫ്റ്റ് ഗ്രേവിയാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹിരാകാശ ഉപകരണങ്ങളുടെ അവസാനമായിട്ട് അത് കൊണ്ട് കളയുന്ന സ്ഥലമാണെന്ത്? ഗ്രേവിയാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്മശാനം. സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബഹിരാകാശ ഉപകരണങ്ങൾ അവസാനമായിട്ട് കൊണ്ട് കളയുന്ന സ്ഥലമായിട്ട് ഇത് മാറാറുണ്ട് എന്നാണ് പറയുന്നത്. വെരി ലിറ്റിൽ ഹ്യൂമൻ ആക്ടിവിറ്റി ഒക്കർ ഹിയർ. ഇവിടെ മനുഷ്യൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. സോ ക്രോസിംഗ് പോയിന്റ് നിമോ ഡ്യൂറിങ് എ സീ വോയേജ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് നാവിഗേഷണൽ ആൻഡ് എൻഡ്യൂറൻസ് മൈൽ സ്റ്റോൺ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ക്രോസ് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഒരു നാഴികക്കല്ലാണ് എന്നാണ് പറയുന്നത്.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോയിൻ്റ് നിമോ അതെന്ന് പറഞ്ഞാൽ ഫാർദസ്റ്റ് പോയിൻ്റാണ് എർത്തിലുള്ള. ഇനി ഡീപ്പസ്റ്റ് പോയിൻ്റാണ് പറയുന്നത്. മറിയാന ട്രങ്ക് ഈസ് ഇൻ പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യനിലുള്ള ഒരു പോയിൻ്റാണ് എന്ത്? മറിയാന ട്രങ്ക്. ഈ മറിയാന ട്രങ്കിലുള്ള ചലഞ്ചർ ദ്വീപാണ് എന്ത്? ഡീപ്പസ്റ്റ് പോയിൻ്റ് ഓൺ എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഫാർദസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നീമോ ആണ്. പോയിൻ്റ് നിമോ ആണെങ്കിൽ ഡീപ്പസ്റ്റ് പോയിൻ്റ് ഏതാണ്? ചലഞ്ചർ ദ്വീപാണ്. പ്രസൻസ് ഓഫ് മെനി ട്രങ്കസ് ആൻഡ് ആക്റ്റീവ് വോൾക്കാനോസ്. അവിടെ എന്തുണ്ട്? കുറേ ട്രങ്കസും അതുപോലെ തന്നെ കുറേ വോൾക്കാനോസ്, ആക്റ്റീവ് വോൾക്കാനോസും അവിടെ പ്രസൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രങ്കസ് എന്ന് പറഞ്ഞാൽ കുഴികൾ, അതായത് ആഴത്തിലുള്ള കുഴികളും അതുപോലെ തന്നെ ആക്റ്റീവ് വോൾക്കാനോസ് എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതങ്ങളൊക്കെ അവിടെ പ്രസൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അടുത്തത് മേജർ ഐലൻഡ്സ് ഇൻ പസഫിക് ഓഷ്യൻ. പസഫിക്കിലുള്ള മേജർ ഐലൻഡ്സ് ഏതൊക്കെയെന്നാണ് ഇനി പറയുന്നത്. ഫിലിപ്പൈൻസ്, ജപ്പാന്, ഹവായി, ന്യൂസിലാൻഡ്. ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐലൻഡ്സ് എമംഗ് ഓൾ ഓഷ്യൻ. എല്ലാ ഓഷ്യനും എടുത്ത് നോക്കുന്ന സമയത്ത് കൂടുതൽ ഐലൻഡ് ഉള്ളത് ഏത് ഓഷ്യനിലാണ്? പസഫിക് ഓഷ്യനിലാണ്. അടുത്തത് കോണ്ടിനെൻറ്റ്സ് ബോർഡറിങ് ദി പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യനിലുള്ള കോണ്ടിനെൻറ്റ്സ് ആണ് പറയുന്നത്. അതുമായിട്ട് ബോർഡർ പങ്കിടുന്ന കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയെന്നാണ് പറയുന്നത്. ഏഷ്യ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്കയൊക്കെയാണ് പസഫിക് ഓഷ്യനുമായിട്ട് കോണ്ടിനെൻറ്റ്സ് പങ്കിടുന്നത്. അടുത്തതായിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. മേജർ ഐലൻഡ്സും ഡീപ്പസ്റ്റ് പോയിൻറ്റും അതുപോലെ തന്നെ കോണ്ടിനെൻറ്റ്സ് ബോർഡറിങ് ദി ഓഷ്യനാണ് നമുക്ക് മൂന്ന് ടേബിളിൽ തന്നിരിക്കുന്നത്. അപ്പോൾ മേജർ ഐലൻഡ്സ് ഏതൊക്കെയാണ്? ഫിലിപ്പൈൻസ്, ജപ്പാന്, ഹവായി, ന്യൂസിലാൻഡ് ഒക്കെയാണ് മേജർ ഐലൻഡ്സ്. ഡീപ്പസ്റ്റ് പോയിൻ്റാണ് ചലഞ്ചർ ഡീപ്പ്. മറിയാന ട്രങ്കിലുള്ള ചലഞ്ചർ ദ്വീപാണ് ഡീപ്പസ്റ്റ് പോയിൻ്റ്. അടുത്തത് കോണ്ടിനെൻറ്റ്സ് ബോർഡറിങ് ദി ഓഷ്യൻ, ഏഷ്യ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക ഒക്കെയാണ്. അടുത്തതാണ് ദി പസഫിക് ഓഷ്യൻ ഈസ് നോട്ട് ഓൺലി ദി ലാർജസ്റ്റ് ഓഷ്യൻ ബട്ട് ആൾസോ കണ്ടെയ്ൻ ദി ഡീപ്പസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് ആൻഡ് മോസ്റ്റ് റിമോട്ട് പോയിൻ്റ് ഓൺ ദി ഓഷ്യൻ, പോയിൻ്റ് നീമോ. അപ്പം പസഫിക് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഓഷ്യൻ മാത്രമല്ല, അവിടെയാണ് ഏറ്റവും ഡീപ്പസ്റ്റ് പോയിൻ്റ് പ്ലേസ് ഉള്ളത്. അതുപോലെ തന്നെ ഫാർദസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് നീമോ ഒക്കെ പ്രസൻ്റ് ആയിട്ടുള്ളത് എവിടെയാണ്? പസഫിക് ഓഷ്യനിലാണ്. മറന്നു പോവരുത്.